ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 11:30 AM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ട്രെൻഡിലാണ് ഉള്ളത്. ഇന്നത്തെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4362 ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4324 ആണ്. ഇന്നലെ ഈവനിങ്ങോടുകൂടി മാർക്കറ്റ് നല്ല രീതിയിലേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. 4324 വരെ വന്നതിന് ശേഷമാണ് വീണ്ടും മാർക്കറ്റ് 4362 വരെ പോയിട്ടുള്ളത്. അവിടെ നിന്ന് വീണ്ടും 4335 റേഞ്ച് വരെയാണ് റിജക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 4355 മുതൽ 4348 മുതൽ 4362 വരെയുള്ള സോണുകൾ എന്നൊക്കെ പറയുന്നത് ഒരു സെൽ ഏരിയകളാണ്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് മാർക്കറ്റ് അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും റിജക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 4362 ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും 4372 4382 ലെവലുകളിലേക്കൊക്കെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 4388 89 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 4392 4400 ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകും. 4408 ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്കായിരിക്കും പോവുക. നിലവിൽ അത്രയും വലിയൊരു ബൈക്കൊന്നും സാധ്യതകളില്ല. കൂടുതലും സെല്ലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4324 20 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4318 4300 4308 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആവും. 4308 മുതൽ 4314 വരെയുള്ള ഏരിയകൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ നല്ല രീതിയിൽ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ പോലും മാർക്കറ്റിന്റെ മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ട്രേഡ്സുകളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 4300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4295 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. കൂടുതലും ഒരു സെൽ ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ റിജക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ്സുകളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബൈക്കും അതുപോലെ തന്നെ സെല്ലിനും ഒക്കെ സാധ്യതകളുണ്ട്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയകളിൽ നിന്നൊക്കെ നോക്കിയിട്ട് മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.